guys, welcome back to my channel. I hope you all are doing good and are safe at home. So if you're watching my channel for the very first time, hi, I'm Swati Sharath and I do post videos of makeup, beauty, skincare, lifestyle and fashion related contents on my channel. So if you are someone who loves watching it, please take them to subscribe to my channel right away. Another video very special because I'm gonna do a pedicure for my mom. I first planned to do it on my feet. Then I thought she really wanted a pedicure. Like when I didn't have any products, but I still managed to do it. Adi Herbals pedicure kit and so I'll also be talking about the product that I bought. That's a review plus pedicure. So without wasting much time, let's just get into the video. Okay, അപ്പോൾ ദേ അമ്മ ഫുൾ റെഡിയാണ് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാല് നല്ല രീതിയിൽ വാം വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ടബിൽ കുറച്ച് വാം വാട്ടർ എടുത്തിട്ടുണ്ട്. ആൻഡ് ടു ദാറ്റ് ഐ എം ഗോണ ആഡ് സം സോൾട്ട് ആൻഡ് ദെൻ സം ഷവർ ജെൽ ആൻഡ് സം ഷാംപൂ. ഷവർ ജെൽ ഗിവ്സ് എ വെരി ഗുഡ് ഫ്രേഗ്രൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ആഡ് ചെയ്യുന്നത്. ആൻഡ് വൺസ് ഞാൻ ഇതെല്ലാം ആഡ് ചെയ്ത ശേഷം ഐ എം ഗോണ യൂസ് മൈ ഹാൻഡ് ടു ക്രിയേറ്റ് സം ലാദർ ആൻഡ് ബബിൾസ് ടു get that pedicure effect. Then I have made mom to dip her legs in it for around 10 to 15 minutes. അപ്പോൾ അങ്ങനെ തന്നെ നല്ല രീതിയിൽ ഡിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ 10 to 15 മിനിറ്റ്സിൽ. ഓൾറൈറ്റ്, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് യുവർ ഫീറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വാദിയുടെ ഫുഡ് ക്ലെൻസറാണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ഫുഡ് ക്ലെൻസറാണ്. അപ്പോൾ നമ്മുടെ കാലുമേൽ എക്സസ് വാട്ടർ ഞാനൊന്ന് പാഡ് ഡ്രൈ ചെയ്ത ശേഷം ഞാൻ ഈ ക്ലെൻസർ എടുത്തിട്ട് ഫുള്ളി ലെഗിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ലാദർ ചെയ്യാൻ നോക്കുകയാണ്. സോ ദാറ്റ് ഹെർ ഫുട്ട് ഇസ് റിയലി ക്ലെൻസ്ഡ്. അപ്പോൾ ക്ലെൻസിങ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു റിമൂവ് ദ ഡേർട്ട്, ഗങ്ക് ആൻഡ് ആ ഒരു എന്താ പറയുക ചളിയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ കാലിൽ. സ്പെഷ്യലി നമ്മുടെ അമ്മമാരുടെ കാലിലൊക്കെ നല്ല രീതിയിൽ ചളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഐ എം ഓൾസോ ഗോണ യൂസ് എ ടൂത്ത് ബ്രഷ് ടു ഗിവ് good cleansing because toothbrush is really helpful to brush your feet and also it reaches every nook and corner. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് കാലുമേ ക്ലെൻസിങ് ചെയ്ത ശേഷം ഐ എം ജസ്റ്റ് ഗോണ പാറ്റ് ഡ്രൈ. ഓക്കെ, സോ ഇത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നെയിൽ കട്ടിങ് ആൻഡ് ഫൈലിംഗ് ആണ്. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഈ നെയിലിൻ്റെ കോർണേഴ്സ് എന്നുള്ള ഡേർട്ട് ആൻഡ് ഗങ്ക് ഞാൻ പുറത്ത് ഇങ്ങനെ എടുത്ത് കളയുകയാണ്. സോ ആസ് ഐ സെഡ് നമ്മുടെ അമ്മമാരുടെ കാലിൽ നമ്മളേക്കാൾ കൂടുതൽ ഡേർട്ട് ആൻഡ് ഗങ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ അതാണ് ഫുള്ളി ക്ലീൻ ചെയ്യാൻ പോണത്. ആൻഡ് ദെൻ once I'm done with it, next I'll be moving on to file the nails. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എൻ്റെ ഒരു ഓൾഡ് ഫൈലറാണ് യൂസ് ചെയ്യണത്. എൻ്റെ കയ്യിൽ നല്ല ഫൈലർ ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. സോ ഈ നെയിൽസിൻ്റെ മുകളിലൊക്കെ കുറേ അഴുക്കും ഇങ്ങനെ റഫ്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫൈൽ ചെയ്യുമ്പോൾ അത് നല്ല സ്മൂത്ത് ആവും കേട്ടോ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദെൻ ഗോണ കട്ട് ദ നെയിൽസ്. അപ്പോൾ എക്സ്ട്രാ ഷാർപ്പ് ആൻഡ് അൺഹെൽത്തി നെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാണ് ഇവിടെ ചെയ്യണത്. സോ ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓൺലി ദെൻ ഇഫ് യു ഹാവ് എനി എക്സ്ട്രാ ഗങ്ക് inside the nails you can even remove it. അപ്പോൾ ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. എപ്പോഴും നിങ്ങളുടെ എത്ര ലോങ് നെയിൽസ് ആയാലും you have to cut a bit to give it a good shape. And once I'm done with it, I'm again gonna use a filer to smooth out the edges. കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവും. അപ്പോൾ അത് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി again I'm gonna use a filer. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആൻഡ് ദാറ്റ്സ് റിമൂവിങ് ദ ഡെഡ് സ്കിൻ സെൽസ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീണ്ടും അമ്മോട് കാല് ഇങ്ങനെ വാം വാട്ടറിൽ 2 to 3 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ദ ലെഗ്സ് ആർ സോഫ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു പ്യൂമിസ് സ്റ്റോൺ വെച്ചിട്ട് നല്ല രീതിയിൽ ജെൻറ്റലി ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് സ്പീഡിലാണ് ഈ ഒരു വീഡിയോ പോണത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഹാർഷായി തോന്നുന്നത്. പക്ഷേ യു ഹാവ് ടു ഓൾവേസ് ഡു ഇറ്റ് വെരി ജെൻറ്റ്ലി. അപ്പോൾ ഞാനിവിടെ രണ്ട് കാലിൻ്റെയും ബാക്ക് ഫോട്ട് ഫുൾ ലെഗ്സിൻ്റെ രണ്ട് സൈഡെല്ലാം ഞാൻ ഈ പ്യൂമിസ് സ്റ്റോൺ വെച്ചിട്ട് ആ ഡെഡ് സ്കിൻസൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായി മാറും കേട്ടോ. ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. നിങ്ങൾ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാതെ എന്ത് ക്രീമും ഇതൊക്കെ പറ്റിയിട്ടും യു വോണ്ട് സീ ദ ആക്ച്വൽ റിസൾട്ട്സ്. സോ മേക്ക് ഷുവർ യു ഡു ഇറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് യൂസിങ് എ ഫുഡ് സ്ക്രബാണ്. അപ്പോൾ ഞാനിവിടെ വീണ്ടും വാദിൻ്റെ ഫുഡ് സ്ക്രബാണ് യൂസ് ചെയ്യണത്. സോ ഐ ആം ഗോണ അപ്ലൈ ഇറ്റ് ഓൺ ബോത്ത് ലെഗ്സ് ആൻഡ് വെരി ജെന്റ്ലി
give a good scrubbing. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ any extra dirt, junk and dead skin cells ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനും ആൻഡ് ലെഗിനെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് വൺസ് വി ഡു ദിസ് നെക്സ്റ്റ് ഇസ് ടു വാഷ് ദ ലെഗ്സ് റിയലി വെൽ. അപ്പം ഞാൻ അതിന് വേണ്ടി സെയിം വാട്ടർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ എം ഓൾസോ ഗോണ യൂസ് എ ബ്രഷ് ടു റിമൂവ് ദ പ്രൊഡക്ട്സ് ദാറ്റ്സ് ഇൻ ബിറ്റ്വീൻ ദ നെയിൽസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദേ വെള്ളം മാറ്റി ക്ലീൻ വെള്ളത്തിൽ ഒന്നും കൂടി കാലൊക്കെ നല്ല രീതിയിൽ കഴുകി കൊടുക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ്സ് സൂപ്പർ ക്ലീൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫുട്ട് മാസ്ക് ആണ്. സോ വി ആർ ഗോണ അപ്ലൈ എ ഫുട്ട് മാസ്ക്. അപ്പോൾ ഞാനിവിടെ വാദീൻ്റെ ഫുട്ട് മാസ്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ എം ഗോണ യൂസ് എ ജനറസ് എമൗണ്ട് ആൻഡ് അപ്ലൈഡ് ഓൾ ഓവർ ദ ഫീറ്റ്. രണ്ട് കാലമേയും ഫുള്ളി നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനാണ് പോണത്. ആൻഡ് ദെൻ ഐ എം ഗോണ ലീവ് ഇറ്റ് ഫോർ അറൗണ്ട് 10 to 15 minutes മിനിമം. ഓക്കെ, അപ്പോൾ അതേ 15 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഹെർ ഫീറ്റ് ഈസ് ലൈക്ക് പ്രിറ്റി ഡ്രൈ. അപ്പം ഞാൻ നല്ല രീതിയിൽ ആ ഫുട്ട് മാസ്ക് ഒക്കെ കളയാൻ വേണ്ടി നല്ല വാം വാട്ടർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ എം ഗോണ ജസ്റ്റ് യൂസ് ഇറ്റ് ആൻഡ് റിമൂവ് ഓൾ ദ മാസ്ക് ഫ്രം ഹെർ ഫീറ്റ്. സോ മേക്ക് ഷുവർ യു ബി വെരി ജെൻറ്റൽ ആൻഡ് ക്ലെൻസ് ദ ഫീറ്റ് റിയലി വെൽ. മാസ്കിൻ്റെ കുറച്ച് അംശം പോലും പാടില്ല. നെയിൽസ് അതിൻ്റെ ഫിംഗേഴ്സിൻ്റെ ഇടയിലൊന്നും അത് പാടില്ല. ആൻഡ് വൺസ് വി ആർ ഡൺ വിത്ത് ഇറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അപ്ലൈയിങ് ദ ഫുട്ട് ക്രീം ടു മോയ്സ്ചറൈസ് ആൻഡ് ഹൈഡ്രേറ്റ് ആൻഡ് നറിഷ് ദ ഫീറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് രണ്ട് കാലും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാദിയുടെ ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്ട്സ് ആർ റിയലി ഗുഡ് ബട്ട് ദ പാക്കേജിങ് ഇസ് പെത്തറ്റിക്. ലൈക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അവൻ്റെ പാക്കേജിങ്. ഈവൻ ആ ടബിൻ്റെ സീൽസ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല യൂസിങ് സിസേഴ്സ്. ഇറ്റ്സ് ദാറ്റ് ബാഡ്. ഐ ഹോപ്പ് ദേ റിയലി മേക്ക് ദെയർ പാക്കേജിങ് ബെറ്റർ. ഓൾറൈറ്റ്, അപ്പോൾ ദേ ഫുഡ് ക്രീം എല്ലാം അപ്ലൈ ചെയ്ത ശേഷം ഐ എം ഗോണ അപ്ലൈ ദിസ് ക്യൂട്ടിക്കൽ ഓയിൽ. ആൻഡ് ദിസ് ഓൾസോ കംസ് വിത്ത് ദാറ്റ് വാദി പാക്കേജിൻ്റെ ഒപ്പം തന്നെയാണ് വരുന്നത്. ക്യൂട്ടിക്കൽ ഓയിൽ ഇസ് റിയലി ഗുഡ് ടു നറിഷ് യുവർ നെയിൽസ് ആൻഡ് മേക്ക് ദം ഹെൽത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഈസ് ടു അപ്ലൈ സം നെയിൽ പെയിൻറ്റ്. അപ്പോൾ അമ്മ ഇവിടെ ചൂസ് ചെയ്ത കളറാണിത്. സോ ഷി റിയലി ലൈക്സ് ഡാർക്ക് കളേഴ്സ്. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് നല്ല ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. സോ യാ വിത്ത് ദാറ്റ് വി ഹാവ് കം ടു ആൻ എൻഡ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പെഡിക്യൂർ അറ്റ് ഹോം എന്ന് പറയണത്. സോ ദിസ് ഇസ് ദ ഫൈനൽ റിസൾട്ട്. ഞാനിവിടെ ബിഫോർ പിക്കും ഇൻസേർട്ട് ചെയ്യാം സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ പെഡിക്യൂർ അറ്റ് ഹോം ചെയ്യാറ്. അതിപ്പോൾ എൻ്റെ കാലിലായാലും അമ്മയുടെ കാലിലായാലും ഞാൻ ഈ ഒരു സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യാറ്. നൗ ഐ നോ ഇറ്റ് മൈറ്റ് നോട്ട് ബി ദ റൈറ്റ് സ്റ്റെപ്സ് ഓർ ദ റൈറ്റ് ഓർഡർ. ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവാം, എനിക്കറിയാം. പക്ഷേ ദിസ് ഇസ് ഹൗ ഐ ഫോളോ ആൻഡ് ഇറ്റ് വർക്ക്സ് പ്രിറ്റി വെൽ. ബിക്കോസ് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ആ ഒരു പ്രൊഫഷണൽ വേ ഓഫ് ഡൂയിങ് കിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് റെഗുലർലി ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു ഗുഡ് റിസൾട്ട്സ്. സോ യു കുഡ് ആക്ച്വലി സീ അല്ലേ, നമ്മൾ ഇൻസ്റ്റൻ്റ്ലി ആ കാലിന് വന്ന ആ ഒരു ഷൈൻ, ഗ്ലോ, റേഡിയൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കാലിൽ. ഈവൻ ഹെർ ലെഗ് ഇസ് റിയലി സോഫ്റ്റ് നൗ. So this is how I manage to do pedicure whenever I am free. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ you can definitely go and do it like while sitting at your home. So yeah, with that we come to an end. I hope you guys enjoy watching this video, and if you do, please make sure to give it a thumbs up and also to subscribe to my channel without forgetting hit that bell icon, because only then you'll be notified whenever I upload a video. So yeah, once again thank you so much for watching. See you guys next week with a very new video. Till then, bye bye.